ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നുവല്ലോ. ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി തന്ന് ഇന്ന് രാവിലെ ഉണരുവാൻ നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി 1-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇത് സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യങ്ങളാകയാൽ എല്ലാവർക്കും ഹൃദിസ്ഥമായ വാക്യങ്ങളാണ്. കൊച്ചുകുട്ടികൾ പോലും ഈ 1-ാം സങ്കീർത്തനം കാണാതെ പഠിക്കാറുണ്ട്. ഈ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും വളരെ ആഴമേറിയ സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനങ്ങളിലെ ഓരോ വാക്യങ്ങളും നാം ഇരുന്ന് സാവധാനത്തിൽ വളരെയേറെ സമയമെടുത്ത് ചിന്തിച്ച് ആഴത്തിൽ ഗ്രഹിക്കേണ്ടുന്നതായ സങ്കീർത്തനങ്ങളാണ്. നാം വായിച്ചതായ വാക്യത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ തന്നെ നൽകുന്നു. ഇത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഒരു മനുഷ്യ ജീവിതത്തിന് നൽകാവുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഈ 3 വാക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ നമ്മെ ചിന്തിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. നമുക്ക് ലഭിക്കേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഈ 3 കാര്യത്തിലുണ്ട്. നാം ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി ഈ 3 വാക്കുകളിൽ ഒതുക്കി നമ്മെ അറിയിക്കുന്നതാണ് ഈ 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം തന്നെ. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന മറ്റൊരു ചിത്രമുണ്ട്. ഞങ്ങളുടെ സമീപ സ്ഥലത്താണ് വളരെ പ്രസിദ്ധമായ ചരൽക്കുന്ന് ക്യാമ്പ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. മർത്തോമ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പ് സെൻ്ററാണത്. ധാരാളം ക്യാമ്പുകൾ അവിടെ നടക്കാറുണ്ട്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഗാർഡനുണ്ട്. ആ ഗാർഡനിൽ ഒരു ചെറിയ കുളമുണ്ട്. ആ കുളത്തിനകത്ത് 3 കുരങ്ങന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ ഒരു ഓർമ്മയാണ്. ഇപ്പോഴത് അവിടെ ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ആ 3 കുരങ്ങന്മാർ വളരെ കൗതുകകരമായിട്ട് നമുക്ക് തോന്നാം. ഒരു കുരങ്ങൻ 2 കൈകൾ കൊണ്ട് തൻ്റെ 2 കണ്ണുകളും അടച്ചു പിടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കുരങ്ങൻ 2 കൈകൾ കൊണ്ട് 2 ചെവികളും പൊത്തിപ്പിടിച്ചിരിക്കുന്നു. 3-ാമത്തെ കുരങ്ങൻ 2 കൈകൾ കൊണ്ട് തൻ്റെ വായ പൊത്തിപ്പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ 3 പേരും 3 സന്ദേശങ്ങൾ നമുക്ക് നൽകുകയാണ്. നിങ്ങളെല്ലാം കാണരുത്, എല്ലാം കേൾക്കരുത്, എല്ലാം സംസാരിക്കരുത് എന്നുള്ള വലിയൊരു സന്ദേശം ആ 3 പ്രതിമകൾ നമുക്ക് നൽകുകയാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മെ നടക്കാനും നിൽക്കാനും ഇരിക്കാനും പ്രേരിപ്പിക്കുന്നതാണ് ലോകത്തിലെ സംവിധാനങ്ങൾ എന്ന് കാണുവാൻ സാധിക്കും. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഈ മേളകൾ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ബുദ്ധിപൂർവമാണ്. അത് ലോകത്ത് എവിടെ ചെന്നിരുന്നാലും ഇതേ നിലയിലൊക്കെ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉദാഹരണമായി, ഏതാനും ചില നാളുകൾക്ക് മുൻപ് ഇവിടെ കേരളത്തിൽ ഒരു പുഷ്പമേള നടന്നപ്പോൾ അതൊന്ന് സന്ദർശിക്കാനായി ഞാൻ അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ എൻട്രൻസിലൂടെ നാം പ്രവേശിക്കുമ്പോൾ ആദ്യമായി കാണുന്നത് പക്ഷികളെ വളരെയധികം സൂക്ഷിച്ചിരിക്കുന്നതായ ഒരു സ്ഥലമാണ്. അവിടേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ പക്ഷികൾ ധാരാളമായി ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നു. നമുക്ക് അടുത്ത് നിന്ന് പക്ഷികളെ കാണാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നാം അവയുടെ അരിയിലേക്ക് ചെല്ലുമ്പോൾ അത് പറന്നകലും. വീണ്ടും നാം അവിടെ നിന്ന് നടന്ന് അടുത്ത ഒരു പോയിന്റിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന പക്ഷികൾ വീണ്ടും പറക്കുകയാണ്. അങ്ങനെ പക്ഷികൾ നമ്മെ ആ ഒരു സ്ഥലത്തുകൂടെ ഇങ്ങനെ നടത്തിക്കുകയാണ്, നിൽക്കാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ആ ഒരു ഏരിയ കണ്ടു കഴിയുമ്പോൾ അടുത്തൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴും നടന്ന് കാണേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ മുഴുവൻ ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ നടന്ന് നാം വല്ലാതെ ക്ഷീണിക്കുന്നതായ സമയത്ത് തുടർന്ന് വരുന്ന ഭാഗത്ത് ഇലക്ട്രിക് ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, നമ്മെ നിർത്തി കാണിക്കത്തക്ക
കൗതുകകരമായ പലവിധ ലൈറ്റുകൾ, പലവിധ അറേഞ്ച്മെൻറ്റുകൾ അവിടെ നാം നിന്ന് കാണത്തക്ക നിലയിലുള്ളതായ സംവിധാനങ്ങളാണ്. ഇനി അത് കഴിയുമ്പോഴോ അടുത്ത ഒരു ഏരിയയിലേക്ക് ചെല്ലുമ്പോഴേക്കും നാം വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാകും. അവിടെയാണ് സ്നാക്സ് സെൻറ്ററുകൾ, അവിടെയാണ് നമുക്ക് ഐസ്ക്രീം കിട്ടുന്ന സ്ഥലം, അവിടെയാണ് ടീ ഷോപ്പ്, കോഫി ഷോപ്പ്, സ്നാക്സ് എല്ലാം അവിടെ ഉണ്ട്. അവിടെ വിശാലമായ ഇരിപ്പിടങ്ങൾ നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മെ നടത്തി നിർത്തി അവസാനം നമ്മെ കൊണ്ടുവന്ന് ഇരുത്തുന്നതായ സംവിധാനങ്ങളാണ് ഈ മേളകളിലെല്ലാം ഉള്ളത്. അത് ഏത് രാജ്യത്ത് എന്നാലും ഇതേ ഒരു രീതിയാണ് അനുവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കാം. നടപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നാം ഓരോ ചുവട് വയ്ക്കുന്നതും നാം എന്തെങ്കിലും ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് നാം ഓരോ ചുവടുകളും വയ്ക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും നാം വയ്ക്കുന്നതും ആലോചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ ആലോചന ആരാണ് നൽകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ നാം മുൻപോട്ട് നയിക്കുന്നത് നമ്മുടെ കൂട്ടുകാരുടെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ ആലോചനകളിലൂടെ ആയിരിക്കാം. അല്ലെങ്കിൽ നാം സ്വയമായി ആലോചിച്ച് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നവരായിരിക്കാം. ഇത് രണ്ടും നമുക്ക് കരണീയമല്ല. ദൈവവചനം നമ്മോട് പറയുന്നത് 32-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്നതായ ആലോചന എന്താണോ അത് ദൈവവചനത്തിലൂടെ ഗ്രഹിക്കുകയും അതിനനുസരണമായി നമ്മുടെ ഓരോ ചുവടുകൾ വെച്ച് നാം മുൻപോട്ട് നടക്കുകയും ചെയ്യണം എന്ന് ദൈവവചനം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോഴാണ് നാം ഭാഗ്യാവസ്ഥയിലേക്ക് വരുന്നത്. നാം ഏതൊരു കാര്യത്തിന് ഒരുങ്ങുന്നതിന് മുൻപും ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടത് ആവശ്യമാണ്. പഴയ നിയമത്തിലെ അനേക വിശുദ്ധന്മാർ അങ്ങനെ ചെയ്തവരായിരുന്നു. പുതിയ നിയമഭാഗത്തേക്ക് വരുമ്പോഴും നാം കാണുന്നത് അതുതന്നെയാണ്. നാം ഏതൊരു കാര്യത്തിന് ഒരുങ്ങുമ്പോഴും കർത്താവിനോട് ആലോചന ചോദിച്ച് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നാം അതിന് മനസ്സ് വയ്ക്കുവാനും അതിനുവേണ്ടി ഒരുങ്ങുവാനും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. യെശയ്യാപ്രവചനം 30-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും എന്നെഴുതിയിരിക്കുന്നു. നോക്കുക, നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മെ കാണുന്ന ഒരുവൻ, നമ്മുടെ നടപ്പ് നന്നായി അറിയുന്ന ഒരുവൻ നമ്മുടെ പിന്നാലെയുണ്ട്. അവൻ നമ്മെ നന്നായി കാണുന്നവനാണ്. നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നമ്മോട് പിറകിൽ നിന്ന് പറയണമെങ്കിൽ നമ്മുടെ നടപ്പിനെ നന്നായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവനാണ് അവിടുന്ന് നമ്മോട് പറയുന്നു: നിങ്ങൾ ഈ വഴിയായി സഞ്ചരിക്കുക, നിങ്ങളുടെ വഴി ഇതാകുന്നു എന്ന് കൃത്യമായി നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. എത്ര അത്ഭുതകരമായ ഒരു കാര്യമാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വാക്യങ്ങളും നാം ധാരാളമായി നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടുന്നതായ വാക്യങ്ങൾ തന്നെയാണ്. ഈ ഒരു വാക്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ചിന്തിക്കുവാൻ ഇന്ന് നമുക്ക് സമയം ലഭിക്കുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോരോ ഭാഗങ്ങളായി ചിന്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്, നാം ഏതു വഴിയായി നടക്കണം എന്നുള്ളത് കൃത്യമായ ആലോചന വലിയവനായ ദൈവം നമുക്ക് നൽകുകയും അങ്ങനെ അനുഗ്രഹകരമായ നിലയിൽ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് കാണിച്ചു തരുന്നതായ ചുവടുകളിൽ പാദങ്ങൾ പതിപ്പിച്ച് നടക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതും അവിടുത്തെ വചനം ധ്യാനിക്കുന്നതും എത്രയോ അനുഗ്രഹകരമായ ഒരനുഭവം ഞങ്ങൾക്ക് സമ്മാനിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ തിരുനാമത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ സമയത്ത് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ഹൃദ്യമായ ആലോചനകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നല്ല ആലോചനക്കാരനായി കൂടെ ഉള്ളതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളും അവിടുത്തെ ആലോചനയ്ക്ക് അനുസരണമായി വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. പലപ്പോഴും ഞങ്ങളുടെ സ്വന്തം ആലോചനകൾക്കനുസരിച്ച് ഞങ്ങൾ ജീവിക്കാറുണ്ട്. ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവെ പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരുടെ ആലോചനകൾക്ക് ചെവി കൊടുക്കാറുണ്ട്. എന്നാൽ അതെല്ലാം ഞങ്ങളെ പരാജയത്തിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി അവിടുത്തെ ആലോചനയ്ക്ക് അനുസരണമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ അവിടുത്തെ ആലോചനകളാൽ ഞങ്ങളെ നടത്തിയാട്ടെ.
വിവിധ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ബുദ്ധിമുട്ടുന്നവരെ അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. പഠനത്തെ സംബന്ധിച്ച്, ജോലിയെ സംബന്ധിച്ച്, വിവാഹത്തെ സംബന്ധിച്ച്, വരുമാന മാർഗങ്ങളെ സംബന്ധിച്ച്, രോഗത്തെ സംബന്ധിച്ച്, ചികിത്സകളെ സംബന്ധിച്ച്, അങ്ങനെ വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് കർത്താവെ കൃത്യമായ ആലോചനകൾ എടുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവൻ നിനക്കേ